ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പർ അവിയലാണ്. അതിന് കഷ്ണങ്ങളൊക്കെ ഇട്ട് മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് അതിൽ അവിയലൊരുവിധം കഷ്ണങ്ങളൊക്കെ പോകുന്ന ഇതാണല്ലോ, അതുകൊണ്ട് ഒരുവിധം കഷ്ണമൊക്കെ നമുക്കിതിലിടാം. അവിയൽ കയ്പ, ചേന, ക്യാരറ്റ്, പയർ, മുരിങ്ങാക്കായ്, ഇളവ്, അങ്ങനെ എന്ത് വേണേൽ ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടി നുറുക്കി ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളവും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പച്ചക്കറിക്ക് ഒരുപാട് വെള്ളം വേണ്ടല്ലോ. അപ്പോൾ അതിന് വെന്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ അവിയലിൻ്റെ കഷ്ണത വെന്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കഷ്ണം പാകമായിട്ടുണ്ട്. ഇതിൽ തേങ്ങ അരച്ച് വെച്ചത്, അരമുറി തേങ്ങ അരച്ച് വെച്ചത്, അതിൽ അര ടീസ്പൂൺ ജീരകവും ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോ എല്ലാം കൂടി ചതുക്കിയെടുത്തതാണ്, അരച്ചതല്ല. അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിടുമ്പോൾ 2 പച്ചമുളക് ഇതിൽ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണം ഇടുമ്പോൾ 2 പച്ചമുളക് ഇതിലും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ഇടാം. പച്ചമുളക് 2 എണ്ണം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കൂട്ടി മതി. ഇത് ഈ തേങ്ങ ഇതിലിട്ടിട്ട് ഇതിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടില്ല, ഒതുക്കിയെടുത്ത തേങ്ങ. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. തേങ്ങയിൽ ജീരകം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒതുക്കിയെടുത്ത തേങ്ങയാണ്. ചിലവർ ഇതിൽ തൈര് ഒഴിക്കില്ല, അങ്ങനെ തന്നെ വെക്കും. ഞാനിതിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെ പുളിക്ക് അനുസരിച്ചുള്ള തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. പുളിയുള്ള തൈരാണ്, അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. സൂപ്പർ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്.
സൂപ്പർ അവിയൽ റെഡിയിടാം. സൂപ്പർ അവിയൽ റെഡിയിടാം. ഓക്കെ.